സമാദരണീയ പ്രേക്ഷകർക്ക് നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിൽ പാലക്കാട് ജില്ലയിലെ മുളഞ്ഞൂർ ദേശത്ത് 38 ഏക്കറോളം വനഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മുളഞ്ഞൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് നാം എത്തി നിൽക്കുന്നത്. കൈകളിൽ ശംഖും ചക്രവും അമ്പും വില്ലും ഏന്തി വനദുർഗാഭാവത്തിലാണ് ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നത്. 500 വർഷത്തെ പഴക്കമാണ് ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. ആറു മക്കളുമായി ഈ ദേശത്തെത്തിയ ഭഗവതി ഇവിടെ കുടിയിരിക്കുകയും 6 മക്കളിൽ 5 മക്കൾ ദേശത്തെ പല ഭാഗങ്ങളിലായി കുടിയിരിക്കുകയും ഒരു മകൾ ഭഗവതിയുടെ ഇടതുഭാഗത്തായി കൂനിയമ്മ എന്ന പേരിൽ കുടിയിരിക്കുകയും ചെയ്തു. ഭഗവതി ഈ ദേശത്ത് എത്തിയ ശേഷം ഭഗവതിയുടെ 6 മക്കളും 6 സ്ഥലത്തേക്കായി മുറത്തിനായും പുഷ്പത്തിനായും തിരുനൂലിനായും അരിക്കും ജലത്തിനും മറ്റുമായി പോവുകയും ആരും തിരികെ എത്താതിരുന്ന സമയത്ത് അരിയുമായി കൂനിയമ്മ എന്ന മകൾ മാത്രം തിരികെ എത്തുകയും ചെയ്തു. വീണ്ടും കൂനിയമ്മ പുറത്തേക്ക് പോകുവാൻ തുനിഞ്ഞപ്പോൾ ഇനി കൂനിയമ്മയായ തൻ്റെ മകൾ തിരികെ വന്നില്ലെങ്കിലോ എന്ന് കരുതി ഭഗവതി മകളെ തടയുകയും എൻ്റെ അടുത്തായി നീ ഇരിക്കൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേൾക്കാതെ മകൾ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഭഗവതി മകളെ പിടിച്ചിരുത്തുകയും മകൾ അരികൊണ്ടുവന്ന നാഴി ഈ സമയം ദേഹത്തേക്ക് വീഴുകയും ആ വേദനയിൽ മകൾ കൂന്നിരിക്കുകയും ചെയ്തു. അങ്ങനെ കൂന്നിരുന്നതുകൊണ്ടാണ് ഭഗവതിയുടെ മകൾക്ക് കൂനിയമ്മ എന്ന പേര് വന്നത്. പ്രതിഷ്ഠയിൽ ആ കൂന് ഇന്നും ഭക്തർക്ക് കാണുവാൻ സാധിക്കും. നെല്ലാണ് ഭഗവതിയുടെ മകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് എന്നതുകൊണ്ട് തന്നെ നെല്ലും അരിയും ധാരാളമായി ഭക്തർ കുടുംബ ഐശ്വര്യത്തിന് വഴിപാടായി സമർപ്പിക്കുന്നു. ഭഗവതിയുടെ മകൾ കൂന്നിരുന്നതുകൊണ്ട് തന്നെ ആൾരൂപം ഒഴിഞ്ഞു വയ്ക്കുന്നത് അംഗവൈകല്യത്തിനും രോഗശമനത്തിനും ഏറെ ഫലം കണ്ടുവരുന്നു. ഭഗവതിയുടെ മക്കൾ പല ദേശത്തേക്ക് പോയതുകൊണ്ടുള്ള വിഷമം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളോട് ഏറെ പ്രിയമാണ് ഭഗവതിക്ക്. കുട്ടികളെ ഈ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യിച്ചാൽ ദേവീ കടാക്ഷം കുട്ടികൾക്ക് മേൽ ലഭിക്കുമെന്നതുകൊണ്ട് തന്നെ ധാരാളം രക്ഷിതാക്കളാണ് അമ്മയുടെ കൃപാ കടാക്ഷത്തിനായി കുട്ടികളെ ഇവിടെ ദർശനം നടത്തിച്ചു വരുന്നത്. സ്വന്തമായി ഗൃഹമില്ലാത്തവർ, ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവർ ക്ഷേത്രത്തിലെ കൂനിയമ്മയോട് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ട് എന്നതിന് തെളിവാണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തിക്കുന്ന ഓരോ ഗൃഹത്തിൻ്റെ മാതൃകകളും. കുട്ടികളില്ലാത്ത ദമ്പതിമാർ കൂനിയമ്മയുടെ തിരുമുമ്പിലെത്തി തങ്ങൾക്ക് മക്കളുണ്ടായാൽ തൊട്ടിലും കുട്ടിയും വഴിപാട് സമർപ്പിക്കാമെന്നും മുളഞ്ഞൂരമ്മയുടെ തിരുമുമ്പിലെത്തി തങ്ങളുടെ കുഞ്ഞിനെ അമ്മയെ കാണിക്കാമെന്നും കുഞ്ഞിനിവിടെ ചോറൂണ് നൽകാമെന്നും പ്രാർത്ഥിച്ച് ഫലം കണ്ട ഭക്തർ ഏറെയാണ്. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് ഭഗവതിയുടെ ഭരണിവേല മഹോത്സവം. ഭരണിവേലയ്ക്ക് 6 ദിവസം മുൻപ് തിരുവോണ നാളിൽ ഭഗവതിയുടെ മൂത്ത മകളായ മന്നത്തുകാവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മുളയിടൽ ചടങ്ങ് നടക്കുന്നു. ചിറക്കൽ നായർ, ചാത്തമലയത്ത് നായർ സമുദായങ്ങൾ ചേർന്ന് കാവാലി എന്ന വെളിച്ചപ്പാടിനോട് മുളയിടാനുള്ള അനുവാദം വാങ്ങുന്ന ചടങ്ങിന് ശേഷം ഈ 2 നായർ സമുദായക്കാരും ചേർന്ന് മന്നത്തുകാവിൽ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഉത്സവത്തിന് കൊടിയേറ്റുന്നു. പിന്നീട് 6 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ വിളക്കുത്സവം നടന്നുവരുന്നു. ഈ ദിവസങ്ങളിൽ ഭഗവതിയുടെ മറ്റു മക്കൾ ഓരോ ദിവസങ്ങളിലായി ഇവിടെ എത്തുമെന്നാണ് വിശ്വാസം. 7ാം ദിവസമാണ് ഭരണിവേല മഹോത്സവം. ഭരണിവേല ദിവസം ദേശവാസികൾ കൊടിക്കൂറ മുളയിൽ കെട്ടി വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തിലെത്തി കൊടിക്കൂറ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഭരണിവേല ദിവസം ഭഗവതിയുടെ 6 മക്കളും ഭഗവതിക്കരികിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ
ഈ ഭരണിവേല ദേശവാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഉത്സവ സമയത്ത് ക്ഷേത്രത്തിൻ്റെ 4 ഭാഗവും വനം ഉൾപ്പെടെ തിരുമുറ്റമായാണ് കണക്കാക്കുന്നത്. അന്നേ ദിവസം ഭക്തർ തിരോർത്ത് സമർപ്പിക്കുന്ന ചടങ്ങ് ഏറെ വിശിഷ്ടമാണ്. അരിയും ശർക്കരയുമായി ഭക്തർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രക്കുളത്തിൽ നിന്ന് ജലവും വനത്തിൽ നിന്ന് വിറകും ശേഖരിച്ച് ഭഗവതിക്ക് അപ്പം, പായസം മുതലായവ സ്വയം നിവേദിക്കുന്ന വിശേഷാൽ ചടങ്ങാണ് തിരോർത്ത്. ഭരണിവേല കഴിഞ്ഞ് പിറ്റേ ദിവസം മന്നത്തുകാവിൽ നിന്ന് ചാത്തമലയത്ത് നായർ ഭഗവതിക്ക് നിവേദിക്കാനുള്ള നെല്ലുമായി ക്ഷേത്രത്തിലെത്തുകയും ആ നെല്ല് നിവേദിച്ച ശേഷം ആ നെല്ലുമായി തട്ടകം മുഴുവൻ പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങിൽ ധാരാളം ഭക്തർ പങ്കെടുക്കുന്നു. നെയ്പായസമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. സമ്പൂർണ്ണ നെയ്വിളക്ക് കുടുംബ ഐശ്വര്യത്തിനും കാര്യസാധ്യത്തിനും ഭക്തർ നടത്തിവരുന്ന വഴിപാടുകളാണ്. വനദുർഗ മന്ത്രപുഷ്പാഞ്ജലിയും പ്രധാന വഴിപാടുകളിൽ പെടുന്നതാണ്. രണ്ടേക്കറോളം വരുന്ന ക്ഷേത്രക്കുളവും അതിനോട് ചേർന്ന് ഒരു പത്തായപ്പുരയും ക്ഷേത്രത്തിനുണ്ട്. ഭഗവതിയുടെ നിത്യനിദാനങ്ങൾക്കായി നടത്തിയിരുന്ന നെല്ല് കൃഷിയുടെ വിളവ് ശേഖരിക്കുന്ന ആവശ്യത്തിനായിട്ടാണ് പത്തായപ്പുര. മീനമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം. 1000ഓളം ഭക്തർക്കാണ് അന്നേ ദിവസം പ്രസാദൂട്ട് നൽകുന്നത്. രാവിലെ 6 മുതൽ 10:30 വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സഹോദരി സ്ഥാനമാണ് ശ്രീ മുളഞ്ഞൂർ ഭഗവതിക്ക് എന്നത് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനോട് പറയുവാനുള്ളത് ഭഗവതിയുടെ തിരുമുമ്പിലെത്തി പറഞ്ഞാൽ മതി എന്നാണ് ഭക്തജന വിശ്വാസം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. भर्गो देवस्य धीमहि धियो